അല്ല, ദൈവത്തിൻ്റെ കയ്യിലെ ഒരു കരു മാത്രമാണ് അങ്ങ് പൂർണ്ണമായും വിശ്വസിക്കുന്നത് കൊണ്ട് അതിൽ വേറൊരു ഒരു ഒരു കാരണം അല്ലെങ്കിൽ കാരണം ഞാൻ കാണുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭയിലല്ലെങ്കിലും മറ്റു ചില ക്രൈസ്തവ സഭകളിൽ ഉണ്ടാകുന്ന ദൈവശാസ്ത്രപരമായ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ അവർ നിയമക്കോടതിയിലേക്ക് പോവുകയും രണ്ട് വിഭാഗങ്ങൾക്കും വേണ്ടി ക്രൈസ്തവരല്ലാത്ത അഭിഭാഷകന്മാർ വാദിക്കുകയും ക്രൈസ്തവനല്ലാത്തൊരു അഭിഭാഷകൻ ഇതിൽ വിധി എഴുതുകയും ചെയ്യുന്നത് ഒരു അഭികാമ്യമായ കാര്യമാണോ? ക്രൈസ്തവ മത പണ്ഡിതന്മാർക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹാരം കാണാവുന്ന പ്രശ്നം നിയമക്കോടതിക്ക് വിടുന്നതിൽ ഒരു 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 മതപരമായ ദാർശനികമായ അനൗചിത്യമില്ലേ? അത് നമ്മുടെ കോർട്ടിലെ ഒരു സുപ്രസിദ്ധ ന്യായാധിപൻ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത് പൗലോസ് ശ്ലീഹായുടെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഈ തർക്കം തീർക്കാൻ ഒരാളില്ലേ? അദ്ദേഹം അത് കോട്ട് ചെയ്തു. അപ്പോൾ ഈ ചോദ്യം പ്രസക്തമാണ്. അപ്പോഴേ ഇതെന്തുകൊണ്ട് ഇത് ബ്ലേഡ് ആകുന്നു, അതായത് അത് മന്ദീഭവിച്ചു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം പലപ്പോഴും ഒരു ഘടകം ചരിത്രം പരിശോധിക്കുന്നില്ല. ചരിത്രം പഠിക്കാതെ ഈ സത്യങ്ങൾ എല്ലാം കാണാൻ ഒക്കുകയില്ല. പിന്നെ തെറ്റായ വ്യാഖ്യാനങ്ങൾ, പിന്നെ തെറ്റായ മോട്ടിവേഷൻസ്, ഇങ്ങനെയുള്ളത് വരുമ്പോൾ ഈ അവകാശവാദങ്ങൾ കൂടും. സാറ് പറഞ്ഞ കാര്യം, അതായത് യഥാർത്ഥത്തിൽ വേദശാസ്ത്രപരമായ തർക്കങ്ങൾ അല്ല, വേദശാസ്ത്രപരമായ തർക്കമല്ല, നമ്മളെടുത്ത ഒരു നിലപാടിന് ഉപോത്ബലകമായിട്ട് ഒരു വേദശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. പലപ്പോഴും അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. വേദശാസ്ത്രം തുടങ്ങിയതല്ല. വേദശാസ്ത്രം അല്ല ആ വിഭജനത്തിന് കാരണം. ഇവിടെ 16-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ട് 1653 നടന്ന വിഭജനം, കൂനംകുരു സത്യം എന്ന് പറയുന്ന വിഭജനം സത്യത്തിൽ വേദശാസ്ത്രപരമല്ല. അത് പോർച്ചുഗീസുകാരുടെ ഒരു അധികാര പ്രമത്തത, ദേശീയമായ ചിന്ത, ക്രൈസ്തവരുടെ ദേശീയ ചിന്തയും ഇത് രണ്ടും കൂടെ വന്നപ്പോഴുള്ള കോൺഫ്ലിക്റ്റാണത്. അത് മനസ്സിലാക്കി ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ വരികയില്ല. അതിന് പിന്നെ ഒരു വേദശാസ്ത്രം പിന്നെ കൊണ്ടുവന്നതാണ്. അപ്പം ദേശീയമായിട്ട് ഇവിടെ സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും അത് മറ്റൊരാൾ തീരുമാനിക്കേണ്ടതാണ്, അത് ശരിയായ സത്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഇതിനു വേണ്ടി കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ വാദിക്കുന്നതാണ്. അത് പൊതുവെ എല്ലായിടത്തും കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തർക്കങ്ങൾ തീരുന്നതിന് വളരെ വസ്തുനിഷ്ഠമായ സമീപനം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ തിരുമേനി ഉയർന്നിട്ടുള്ളൊരു വിമർശനം സഭാ നേതൃത്വവും സഭാ സ്ഥാപനങ്ങളും വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. വളരെ വ്യാപകമായ വിമർശനമുണ്ട്. ആ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുള്ളതായി തിരുമേനിക്ക് തോന്നുന്നുണ്ടോ? അതിലൊരു തിരുത്തൽ ആവശ്യമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ആദ്യമായിട്ട് തന്നെ ഇത് ഓരോന്നും പരിശോധിക്കണം. ഈ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ കാര്യം നടക്കുന്നോ എന്നുള്ളത് പരിശോധിക്കണം. അപ്പോൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ വാണിജ്യവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതാദ്യം പഠിക്കണം. എന്നിട്ട് അതിന് വാണിജ്യവൽക്കരിക്കാനുള്ളതല്ല വിദ്യാഭ്യാസ സ്ഥാപനം, തീർത്ത് പറയാൻ നമുക്ക് അതിനുള്ളതല്ല, അതിൻ്റെ ലക്ഷ്യം അതല്ല. പക്ഷേ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞത് ശരിയായ അതിൻ്റെ നടത്തിപ്പിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ ഒക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നേഴ്സറിയിൽ കമ്പ്യൂട്ടർ വേണം. അപ്പോഴേ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന നിയമമാണ് നേഴ്സറി തൊട്ട് കമ്പ്യൂട്ടർ പഠിപ്പിക്കണമെന്ന്. അപ്പോൾ പിന്നെ ബാക്കി കാര്യം പറയണോ? പീവാനിയസ് കോളേജിൽ എത്ര കമ്പ്യൂട്ടർ വേണമെന്ന് പറയണോ? അപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ വല്ലവരും ചുമ്മാ തരുമോ? അതിൻ്റെ വില എന്താണെന്നറിയാമോ? അന്ന് 1-ാം ക്ലാസ്സിൽ പഠിച്ച കുഞ്ഞിന് 5 പൈസ പോലും ചിലവില്ല, കഞ്ഞി അങ്ങോട്ട് കൊടുത്ത് പഠിപ്പിക്കുകയാണ്. ഇന്ന് അതല്ല. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസം വേണ്ടത് ശ്ലോകം ചൊല്ലി പഠിപ്പിക്കുന്നതല്ല. ഇന്ന് പ്രൊഫഷണൽ ട്രെയിനിങ്, ടെക്നോളജി ഇതിലൊക്കെ കൊടുക്കുമ്പോൾ അതിന് നമുക്ക് സംവിധാനങ്ങൾ വേണം. ഈ സംവിധാനത്തിന് പണം വേണം. അതിപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ്റിന് പണമില്ല. അപ്പം നമ്മൾ പറഞ്ഞു എന്നാൽ കഴിവുള്ളവർ ചെയ്യുക, പ്രൈവറ്റ് ചെയ്യാൻ പറഞ്ഞു, അവർക്ക് പണം വേണം. അപ്പോൾ അത് കയ്യിൽ നിന്നെടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ നടക്കുകയില്ല.
ഈ വിദ്യാഭ്യാസം. അപ്പം ജനങ്ങൾ പറയുന്നത് അതല്ല, ഞങ്ങൾ പറഞ്ഞതില്ല, നിങ്ങളിത് ചെയ്തുക. വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത് ഈ പുതിയ സംവിധാനമാണെങ്കിൽ തെറ്റി. അതല്ല, വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞത് നമ്മൾ മുമ്പേ പറഞ്ഞത് അതാണ്. അതുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ നമുക്ക് സ്കൂളുകളിൽ വേണം, കോളേജിൽ വേണം, പ്രൊഫഷണലിസം. കണ്ടോ, ഇത് വന്നപ്പോൾ ഇതിന് ഭയങ്കരമായിട്ടുള്ള പണച്ചെലവ് വരുന്നു. ആരെടുക്കുന്നു എന്നുള്ള അല്ല ചോദ്യം, ഇത് ആവശ്യമാണ്. അപ്പോൾ ഇതിനെ വാണിജ്യവൽക്കരണം നമ്മൾ മീഡിയ പറഞ്ഞാൽ പറഞ്ഞ് പരത്തിയാൽ വലിയൊരു തെറ്റാണത്. ഇതല്ല, നമുക്കിത് വേണം. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ പറയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണമെന്ന് പറയുകയും അതിനെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല. ഈ രാജ്യത്തിന് എന്തെല്ലാം പോരായ്മകളും എന്തെല്ലാം പരാധീനതകളും എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ശോഭനമായൊരു ഭാവിയിൽ നമ്മുടെ രാജ്യം എത്തിച്ചേരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നൊരു വ്യക്തിയാണോ തിരുമേനി? അതെ. എന്താണ് അതിനടിസ്ഥാനം? അതിനടിസ്ഥാനം മനുഷ്യൻ്റെ നന്മയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ നന്മ ഇന്നുകൊണ്ട് അതിൽ വിശ്വസിക്കുക. അപ്പോൾ ആ നന്മ നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കുക. പക്ഷേ അതിനെതിരായിട്ടുള്ള പ്രവണതകളും ശക്തികളും നമ്മൾ തോൽപ്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥിതിയിൽ വരാം. ഈ അധാർമികതയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കുതറി മാറാൻ ശക്തി നൽകുന്ന നന്മയുള്ളവരാണ് ഇന്ത്യക്കാരെന്നാണ്. അതെ, ഇന്ത്യക്കാരെന്ന് മാത്രമല്ല എല്ലാവരും. പക്ഷേ അവർക്കുള്ള ഈ സർഗശക്തി, ഈ ഉൾക്കാമ്പ് അതായത് യാഥാർത്ഥീകരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഉദാഹരണമായിട്ട് നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സമൂഹം ചെയ്തു കൊടുക്കുന്നത് അതാണ്. ജീവിതം സുഗമമാക്കുക. അപ്പം സ്റ്റേറ്റ് ജീവിതം സപ്രസ് ചെയ്യാൻ തുടങ്ങിയാലോ? കണ്ടോ? അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പുതിയ ആശയം, ഐഡിയോളജി, ഈ ഐഡിയോളജി മനുഷ്യൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണെങ്കിലോ? അവൻ്റെ ലക്ഷ്യവും അവൻ്റെ നിയോഗവും ഇതെല്ലാം തകിടം മറിച്ചിട്ടാണെങ്കിൽ നമ്മളീ പറയുന്നത് കിട്ടുകയില്ല. നേരെ മറിച്ച് അവന് ദൈവം കൊടുത്തിരിക്കുന്ന നിയോഗം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ നമ്മൾ സംവിധാനം ഉണ്ടാക്കിയാൽ അങ്ങനെ ചെയ്യും. പക്ഷേ അത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ആകണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാറിന് ഇപ്പം പറയുന്ന മൂല്യ നിലവാരങ്ങൾ, ഈ മൂല്യങ്ങൾ നമ്മുടെ ഭാഷയിലെ സനാതന മൂല്യങ്ങൾ, ഇത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അന്നേരത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്ന പ്രവണത നമ്മൾ മുന്നോട്ട് നീക്കിയാൽ നിശ്ചയമായും ഇത് താമസിക്കും.